ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയിലെ 4ാമത്തെ പാഠമായ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വയനാട്ടിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ആൻസർ രാമനമ്പി. ക്വസ്റ്റ്യൻ നമ്പർ 2, 1905 ബംഗാൾ വിഭജനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വഴിത്തിരിവായിരുന്നുവെന്ന് പറയുന്നത് എന്തുകൊണ്ട്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ഇതിൽ വരേണ്ട പോയിന്റുകളാണ്: ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം, സ്വദേശ വസ്തുക്കളുടെ ഉപയോഗം, ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ, സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തം, ഇന്ത്യൻ ദേശീയതയെ സമരം ശക്തിപ്പെടുത്തി. ക്വസ്റ്റ്യൻ നമ്പർ 3, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ കർഷകർ, കരകൗശല തൊഴിലാളികൾ, ഗോത്രജന വിഭാഗങ്ങൾ എന്നിവരെ പ്രതികൂലമായി ബാധിച്ചതെങ്ങനെയാണെന്ന് വിശദീകരിക്കുക. ആൻസർ: അതിൽ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് ഉള്ളത്. അതാണ് പറയാൻ പോകുന്നത്. കർഷകരുടെ ദുരിതങ്ങളെക്കുറിച്ച് അതിൽ പറയണം. ഉയർന്ന നികുതി, ജമീന്ദാർമാരുടെയും കൊള്ളപ്പലിശക്കാരുടെയും ചൂഷണം, കൃഷിയിടം നഷ്ടമായി. അടുത്തത് കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. 3ാമത്തെ പോയിന്റാണ് ഗോത്രജന വിഭാഗങ്ങളുടെ ദുരിതങ്ങൾ, വന നിയമങ്ങൾ, ഉയർന്ന നികുതി, നികുതി പണമായി നൽകൽ. ക്വസ്റ്റ്യൻ നമ്പർ 4, മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഈ പ്രഖ്യാപനം നടത്തിയ ദേശീയ നേതാവ് ആരാണ്? ഈ പ്രഖ്യാപനം നടത്തിയ ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലകൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചത് പ്രധാനമായും ഏതെല്ലാം മേഖലകളിലാണ്? പട്ടിക വിപുലമാക്കുക. തോട്ടം വ്യവസായം, തുണി വ്യവസായം, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 6, 19ാം നൂറ്റാണ്ടിൽ തെക്കേ മലബാറിലുണ്ടായ കർഷക കലാപങ്ങൾ പൊതുവെ മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട്? ഇതിൽ എഴുതേണ്ട ആൻസറുകളാണ്: ജമീന്ദാർമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു കലാപങ്ങൾ നടത്തിയത്. അവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. അവരാണ് മലബാറിലെ മുസ്ലിങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 7, ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വിവിധ ഭൂനികുതി നയങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. അവ ഓരോന്നും ഏത് ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തി എഴുതുക. ആൻസർ: കർഷകരിൽ നിന്ന് അവർ നേരിട്ട് നികുതി പിരിച്ചിരുന്നു. ബി, ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചെടുത്തിരുന്നു. സി, നികുതി പിരിവിനധികാരമായിരുന്ന പ്രദേശത്തെ മുഴുവൻ നികുതികളുടെയും ഉടമസ്ഥർ ജമീന്ദാർ ആയിരുന്നു. ഈ 3 വ്യവസ്ഥകളും ഏത് ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് എഴുതേണ്ടത്. അതിൽ എ എന്ന പോയിന്റ് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്നു. ഇത് റയത്തുവാരി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ബി, ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചെടുത്തിരുന്നു. ഇത് മഹൽവാരി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതും. സി, നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ജമീന്ദാർ ആയിരുന്നു എന്ന പോയിന്റ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ മൂർച്ചയേറിയ ആയുധമായിരുന്നു വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും. പ്രസ്താവന സാധൂകരിക്കുക. ഇതിൽ കൊടുക്കേണ്ട പ്രധാന പോയിന്റുകളാണ്: 1, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം, 2, തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗം, 3, ഇന്ത്യൻ വ്യവസായങ്ങളുടെ വളർച്ച. ക്വസ്റ്റ്യൻ നമ്പർ 9, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ലാൽ, പാൽ, ബാൽ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന നേതാക്കന്മാർ ആരാണ്? ലാൽ, പാൽ, ബാൽ എന്നറിയപ്പെട്ടിരുന്ന 3 നേതാക്കന്മാരാണ്: 1, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ക്വസ്റ്റ്യൻ നമ്പർ 10, സാമ്പത്തിക ചോർച്ച തടയാൻ ദേശീയ നേതാക്കന്മാർ മുന്നോട്ട് വെച്ച സ്വദേശീവൽക്കരണം ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. സമർത്ഥിക്കുക. ഇതിൽ കൊടുക്കേണ്ട പ്രധാന പോയിന്റുകളാണ്: നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങിയവ ആരംഭിച്ചു. ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടു. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടായി. ക്വസ്റ്റ്യൻ നമ്പർ 11, 1905 ബംഗാളി വിഭജനത്തിനെതിരായി നടന്ന പ്രക്ഷോഭത്തിൽ ഇന്ത്യൻ നേതാക്കൾ സ്വീകരിച്ച സമരരീതി ഏത്? 1905 ബംഗാൾ വിഭജനത്തിനെതിരായി നടന്ന പ്രക്ഷോഭത്തിൽ ഇന്ത്യൻ നേതാക്കൾ സ്വീകരിച്ച സമരരീതിയാണ് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും. ക്വസ്റ്റ്യൻ നമ്പർ 12, ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്കു കാരണമായതെങ്ങനെ? ഇതിന്റെ ആൻസറാണ്: 1, യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്തു. 2, റെയിൽവേ വ്യാപകമായി. 3, ബ്രിട്ടീഷ് ഗവൺമെന്റ് കയറ്റുമതിക്ക് ചുമത്തിയ ഉയർന്ന നികുതി. 4, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും. ക്വസ്റ്റ്യൻ നമ്പർ 13, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ ഭൂനികുതി നയങ്ങളിലെ സമാനതകൾ എന്തെല്ലാം?
അതിൻ്റെ ആൻസറാണ് 1 നികുതി പണമായി നൽകണം, 2 നികുതി വളരെ ഉയർന്നതായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14 നീലം കർഷകരുടെ കലാപത്തിൻ്റെയും മാപ്പിള കലാപത്തിൻ്റെയും പൊതു സ്വഭാവം എന്തായിരുന്നു? അവയുടെ കാരണങ്ങൾ വ്യക്തമാക്കുക. സമാനതകളാണ്, കർഷക കലാപങ്ങളായിരുന്നു അവ. അതുപോലെ നീലം കർഷകരുടെ സമരം എന്നത് ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില ലഭിച്ചതായിരുന്നു. അതുപോലെ കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തൽ നീലം ആവശ്യമില്ലാതാക്കി. അവസാനിക്കാത്ത ദുരിതങ്ങളും ചൂഷണങ്ങളും. മാപ്പിള കലാപത്തിൽ എന്നത് ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലും കുടിയൊഴിപ്പിക്കലുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15 കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നാൽ എന്ത്? ഇന്ത്യൻ കർഷകരെ വാണിജ്യ വിളകൾ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ച സാഹചര്യം വിശദമാക്കുക. ആൻസർ: ഭക്ഷ്യവിളകൾക്കു പകരം വിപണി ലക്ഷ്യമാക്കി വൻതോതിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുക. ബ്രിട്ടീഷുകാരുടെ ഉയർന്ന ഭൂനികുതി നിരക്ക്. നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതികളിൽ തന്നെ നൽകണമെന്ന നിബന്ധന. യൂറോപ്യൻ വിപണി ലക്ഷ്യമാക്കിയുള്ള കാർഷികോൽപാദനം. ക്വസ്റ്റ്യൻ നമ്പർ 16 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങൾ ഇന്ത്യയിലെ കാർഷിക രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. സമർത്ഥിക്കുക. ഇതിൽ കൊടുക്കേണ്ട പ്രധാന പോയിന്റുകളാണ്: 1 ഭൂമി കൊള്ളപ്പലിശക്കാർക്ക് പണയപ്പെടുത്തി. 2 കടവും ഉയർന്ന പലിശയും അടക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈക്കലാക്കി. 3-ാമത്തെ പോയിന്റാണ് ഭക്ഷ്യദൗർലഭ്യം, ക്ഷാമം, പട്ടിണി മരണങ്ങൾ. 4 കർഷക പ്രക്ഷോഭങ്ങൾ. 5 കടക്കെണിയിലായ കർഷകർ. ക്വസ്റ്റ്യൻ നമ്പർ 17 താഴെ തന്നിരിക്കുന്നവ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, ബംഗാൾ വിഭജനം, കുറിച്യ കലാപം, 1-ാം സ്വാതന്ത്ര്യ സമരം. ഇവയാണ് ക്രമത്തിൽ എഴുതേണ്ടത്. നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. ആദ്യം കുറിച്യ കലാപം. 2 1-ാം സ്വാതന്ത്ര്യ സമരം. 3 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. 4 ബംഗാൾ വിഭജനം. ക്വസ്റ്റ്യൻ നമ്പർ 18 ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ തുണി വ്യവസായത്തിലുണ്ടായ തകർച്ചയുടെ കാരണങ്ങളും നെയ്ത്തുകാരുടെ ദുരവസ്ഥയും വിശദമാക്കുക. ആൻസർ: യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങളുടെ വൻതോതിലുള്ള ഇറക്കുമതി. യന്ത്രനിർമ്മിത തുണിത്തരങ്ങളുടെ വിലക്കുറവ്. അതുപോലെ റെയിൽവേയുടെ വ്യാപനം. ഇന്ത്യൻ നെയ്ത്തുകാർക്ക് ഗ്രാമങ്ങളിലെ വിപണി നഷ്ടമായി. തുണിത്തരങ്ങളുടെ കയറ്റുമതിക്ക് മേൽ ചുമത്തിയിരുന്ന ഉയർന്ന നികുതി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും. അടുത്ത പോയിന്റാണ് നെയ്ത്തുകാർ തൊഴിൽ ഉപേക്ഷിച്ച് കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. അതുപോലെ തന്നെ എണ്ണത്തിലെ വർധനവും ഉൽപാദനം മുരടിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 19 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആരംഭിച്ച വ്യവസായശാലകളിലെ തൊഴിലാളികളുടെ അവസ്ഥ ശോചനീയമായിരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിൽ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്: നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 20 ബ്രിട്ടീഷ് ഭരണകാലത്ത് റെയിൽവേയുടെ വ്യാപനം ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായതെങ്ങനെ? ഇതിൽ വരേണ്ട ആൻസറാണ് ഇന്ത്യൻ നഗരത്തിലെത്തുന്ന ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലെത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണി ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. ക്വസ്റ്റ്യൻ നമ്പർ 21 കുറിച്യ കലാപം നടന്ന വർഷം ഏത്? അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ആൻസർ: കുറിച്യ കലാപം നടന്ന വർഷം 1812. അതിനുള്ള കാരണങ്ങൾ എന്നത് ബ്രിട്ടീഷുകാരുടെ അമിത നികുതി ചുമത്തി. നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു. നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 22 എ കോളത്തിലുള്ളവയ്ക്ക് അനുയോജ്യമായവ ബി കോളത്തിൽ ക്രമീകരിക്കുക. അതിൽ എ, ബി എന്നിവ കൊടുത്തിട്ടുണ്ട്. അതിൽ ആൻസറായിട്ട് നമുക്ക് ആൻസറിലേക്ക് കടക്കാം. വില്യം ലോഗൻ മലബാർ മാനുവലുമായിട്ടും, രാമൻ നമ്പി കുറിച്യ കലാപവുമായിട്ടും, കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനവുമായും, മംഗൽ പാണ്ഡെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. 23 ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ നൽകിയിരിക്കുന്നു. ഓരോ പ്രദേശത്തും സമരത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തീകരിക്കുക. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലും കാൺപൂരിൽ നാനാ സാഹിബും ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയുമാണ് നേതൃത്വം നൽകിയിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24 1857 1-ാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. അതിൻ്റെ ആൻസറാണ് 1 ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. 2 ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണം തീവ്രമായി. ക്വസ്റ്റ്യൻ നമ്പർ 25 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ കർഷകർ, രാജാക്കന്മാർ,
കരകൗശല തൊഴിലാളികൾ, ശിപായിമാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർ പങ്കെടുക്കാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുക. അതിന് നേരെ ആൻസറിലേക്ക് പോകാം. കർഷകർ ഉയർന്ന ഭൂനികുതി, കൊള്ളപ്പലിശക്കാരുടെ ചൂഷണം, കൃഷിയിടം നഷ്ടമായി എന്നിവ മൂലമാണ് അവർ പങ്കെടുത്തത്. അതുപോലെ ശിപായിമാർ തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ അവഹേളനം, പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ തീരകൾ. അടുത്തത് കരകൗശല തൊഴിലാളികൾ വിദേശ വസ്തുക്കളുടെ ഇറക്കുമതി മൂലവും അതുമൂലം കരകൗശല തൊഴിലാളികൾ തൊഴിൽ രഹിതരായതുമൂലവുമാണ് അവർ പങ്കെടുത്തത്. അതേപോലെ തന്നെ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയും സംഭവിച്ചു. രാജാക്കന്മാർ, സൈനിക സഹായ വ്യവസ്ഥ മൂലവും ദത്താവകാശ നിരോധന നിയമം എന്നിവ മൂലമാണ് രാജാക്കന്മാർ പങ്കെടുത്തത്. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 26. ചോർച്ചാ സിദ്ധാന്തം അനുസരിച്ച് ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നതെങ്ങനെ? ആൻസർ: ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി. ക്വസ്റ്റ്യൻ നമ്പർ 27. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യകാല കോൺഗ്രസ് നേതാവ് ആര്? അത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഈ ആശയം പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ-ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 28. ബോംബെ തുണിമിൽ തൊഴിലാളികളുടെ പ്രക്ഷോഭത്തിന്റെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളി സമരങ്ങളുടെയും പൊതുവായ കാരണങ്ങൾ ഏവ? ആൻസർ: നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യം. ക്വസ്റ്റ്യൻ നമ്പർ 29. പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി? ആൻസർ: നഗരങ്ങൾ ജനവാസരഹിതമായി. വിവിധ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏർപ്പെട്ടവർ കൃഷിപ്പണിയിലേക്ക് തിരിഞ്ഞു. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. കൃഷിഭൂമി ചെറുതുണ്ടുകളായി. ഉൽപാദനം മുരടിപ്പ് സംഭവിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 30. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ഇടയാക്കിയതിന്റെ കാരണങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. ആൻസർ: പരമ്പരാഗത വ്യവസായങ്ങളും തകർച്ചയുടെ കാരണം എന്നിങ്ങനെ 2 ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. 1 കൊടുത്തിട്ടുണ്ട് മൺപാത്ര നിർമ്മാണം. അത് അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയാണ് അതിന്റെ തകർച്ചയ്ക്ക് കാരണം. അതുപോലെ തുകൽ പണിയുടെ തകർച്ചയ്ക്ക് കാരണം അസംസ്കൃത വസ്തുവായ തുകലിന്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയും. മരപ്പണിയുടെ തകർച്ചയ്ക്ക് കാരണം ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗവുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 31. സന്താൾ ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? ആൻസർ: ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജനതയുടെ ജീവിതം ദുരിതപൂർണമാക്കി. ബ്രിട്ടീഷുകാരുടെ വനവിഭവ ചൂഷണം, ഗോത്രജനത ശേഖരിച്ചിരുന്ന വിഭവങ്ങൾക്ക് മേൽ ചുമത്തിയ വൻ നികുതി. ക്വസ്റ്റ്യൻ നമ്പർ 32. പട്ടിക പൂർത്തിയാക്കുക. നികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങൾ എന്നിങ്ങനെയാണ് നമ്മൾ ടേബിൾ തിരിക്കേണ്ടത്. നേരെ ആൻസറിലേക്ക് പോകാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അത് നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവ. അതുപോലെ റേറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളും മഹൽവാരി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 33. തന്നിരിക്കുന്ന പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക. നികുതി വ്യവസ്ഥ ഭൂമിയുടെ ഉടമ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഭൂമിയുടെ ഉടമ സെമീന്ദാർമാരും റേറ്റ് വാരി വ്യവസ്ഥയിൽ ഭൂമിയുടെ ഉടമ കർഷകരും മഹൽവാരി വ്യവസ്ഥയിൽ ഭൂമിയുടെ ഉടമ ഗ്രാമത്തലവന്മാരുമായിരുന്നു. ഇതോടെ ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവസാനിച്ചു. നമ്മൾ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഏത് വിധത്തിൽ ചോദ്യം ചോദിച്ചാലും നമ്മൾ ആൻസർ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടരുത് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. അടുത്ത പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായി നമുക്ക് നാളെ വീണ്ടും വരാം. അതുവരേക്കും ബൈ.